ഗൈസ് അപ്പോൾ കുറേ നാളായി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഇടാൻ പറ്റാതെ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ മോഡ് ചെയ്ത വണ്ടികളാണ്. ഇതൊക്കെ സ്പെഷ്യലി നമ്മൾ മോഡ് ചെയ്ത വണ്ടികളാണ്. അപ്പോൾ അതുപോലെ ഇന്നൊരു വണ്ടി സ്പെഷ്യലായിട്ട് മോഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് വേറെ ഒന്നുമില്ല, അതാ ഈ ഫോട്ടോയെ കാണണല്ലേ, ഈ ഫോട്ടോയെ കാണുന്ന വാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഷാജി പാപ്പൻ്റെ വാൻ, അതായത് ഷാജി പാപ്പൻ്റെ ടീംസിൻ്റെ വാനില്ലേ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് 2-ലും ആഡ് 1-ലും ഉണ്ടായിരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ വാൻ റെഡിയാക്കലാണ്. ആൾറെഡി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷോക്കേസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് തൂക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വണ്ടിയെ തൂക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇരയായിട്ടുള്ള വണ്ടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഡീറ്റെയിലും കാര്യങ്ങളുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഫുള്ളി ചേഞ്ച് ചെയ്യണം. അതായത് കളർ ചേഞ്ചും ബാക്കി പരിപാടിയെല്ലാം നമുക്ക് എക്സാക്റ്റ് അതുപോലെ ആക്കി എടുക്കണം. ബാക്കായാലും വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ആയാലും നമുക്കെല്ലാം പക്കയാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയെ പാച്ച് വാട്സാക്കുള്ള പരിപാടി, അതായത് മെയിനായിട്ട് നമുക്ക് വേണ്ടി പാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനലി നമ്മൾ പാർട്സ് ആക്കിയിട്ടുണ്ട്. എല്ലാം പാർട്സ് ആക്കി നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിന്നെ പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാനാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റിംഗ് പ്രൊസീജിയറിന് മുന്നേ നമുക്ക് ഇതിൽ സ്റ്റിക്കർ ചെയ്യണം. സ്റ്റിക്കർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി പെയിൻറ് ചെയ്യുമ്പോൾ ഒരു പരിപരത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ പെയിൻറ്റ് മിക്സിംഗ് ആണ്. അതായത് നമ്മൾ ബ്ലൂ പെയിൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ലൈറ്റ് ആയിട്ടുള്ള കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഷാജി പാപ്പൻ്റെ വാനിൽ അതേ കളർ സെറ്റ് ചെയ്യുന്ന മെയിൻ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ കാണാം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്, ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് പെയിൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് പെയിൻറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് വാനിൻ്റെ ബോട്ടം പാനൽ നമ്മൾ ബ്ലൂ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ടോപ്പ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ യെല്ലോ കളർ സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇല്ല, അത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഡോർസ് നമ്മൾ എന്ത് ചെയ്ത് ഹാൻഡ് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറും 2 ഡോറും നമ്മൾ ഹാൻഡ് പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ബമ്പർ നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബോഡി നമ്മൾ ബ്ലൂയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ടോപ്പ് നമ്മൾ ഗ്ലോസി യെല്ലോയിലോട്ട് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ വണ്ടിയുടെ ഡോർസും ബമ്പേഴ്സും പെയിൻറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഈ പെയിൻറ്റ് ചെയ്ത പാർട്സൊക്കെ എന്ത് ചെയ്യണം, ഡ്രൈ ആവണം. അതായത് ഉണങ്ങണം. ഉണങ്ങിയാൽ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി നമ്മൾ വണ്ടി പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. ആ പാർട്സ് സെറ്റിങ്ങും പിന്നെ അല്ലാതെ തന്നെ അല്ലറ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ പാർട്സ് സെറ്റിങ്ങിന് മുന്നേ നമുക്ക് ഇതിലൊരു ബ്ലാക്ക് ലൈൻ ഇടാനുണ്ട്. അപ്പോൾ ലൈൻ ഇടാനുള്ള പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ടോപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ആ യെല്ലോ കളറിൽ പെയിൻറ്റ് ആവാത്ത രീതിയിൽ അതിനെ മാസ്ക് ചെയ്യണം. അപ്പോൾ മാസ്കിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. പാർട്സൊക്കെ മാസ്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ള പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്ങിന് വേണ്ടി അക്രിലിക്കിൻ്റെ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് ആവശ്യമുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി നമുക്ക് എന്തായാലും പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെയിൻറ്റിംഗ് പ്രൊസീജിയർ നോക്കാം. ബ്ലാക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ടയർ ഡീക്രോം ചെയ്യണം. ഡീക്രോം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കറിങ് പരിപാടിയാണ് ചെയ്യുന്നത്. ടയർ പോലെ സ്റ്റിക്കർ ചെയ്ത് മറച്ചിട്ടുണ്ട്. അപ്പോൾ 4 ടയറും നമ്മൾ പക്കയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഈ പാർട്സ് സെറ്റിംഗ്സ് ആണ്. ഈ കിടക്കുന്ന പാർട്സുകളെല്ലാം സെറ്റ് ചെയ്യണം. അതായത് ഇന്നത്തെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള പാർട്സ് സെറ്റിംഗ് ആണ്. അപ്പോൾ പാർട്സ് സെറ്റിങ്ങിനുള്ള പരിപാടി നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ വഴി കാണാം. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടി ഇത്രയായിട്ടുണ്ട്. അതായത് ഇത്രയും ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റ് ചെയ്ത് നമ്മൾ പക്കയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ ഉദ്ദേശം അത്ര എത്തിക്കാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട വീഡിയോ ലെങ്ത് ആവുന്നുള്ള പേരിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഷോർട്ടാക്കി ഇടുന്നത്. അത് ഇന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്ക്സ് ഉണ്ട്. അതായത് നമ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രാക്ക് ലൈറ്റ് ഡീറ്റെയിലിംഗ്, അതെല്ലാമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങും. അതായത് നമ്മളിന്ന് ഫസ്റ്റ് നമ്പർ പ്ലേറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാനായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗം അപ്ലൈ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഇതേപോലെ എടുത്ത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ്. അതുപോലെ തന്നെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2 ബമ്പറിൽ ഒരു വൈറ്റ് ലൈൻ ഇടണം. അതുപോലെ തന്നെയാണ് ബാക്കിൽ നമുക്ക് ബ്രാക്ക് ലൈറ്റ് ഡീറ്റെയിൽ ആണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം.
ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് അതായത് ഷാജി പാപ്പന്റെ വാനിന്റെ ഡീറ്റെയിലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ നമ്മൾ സൈഡിലായാലും വണ്ടിയുടെ ബാക്ക് സൈഡായാലും എല്ലാം പക്കയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് റോപ്പാണ്. അതായത് ഷാജി പാപ്പന്റെ ടീംസിന്റെ വടംവലിയിലെ റോപ്പില്ല, ആ റോപ്പാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലുള്ള ഓയറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓയറെടുത്ത് നമ്മൾ ഇതുപോലെ റോപ്പ് ചെയ്യും, ഇതേപോലെ റോൾ ചെയ്ത് പക്കയാക്കി ഇനി ഗമ്മടിക്കും. ഗമ്മടിച്ച് നമ്മൾ ഇതുപോലെ ഗമ്മൊക്കെ ചെയ്ത് പക്കയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെയിന്റ് ചെയ്യണം. പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബ്രൗൺ കളർ ഫാബ്രിക് പെയിന്റ് എടുത്തിട്ടുള്ള ഇത് നമ്മൾ പെയിന്റ് യൂസ് ചെയ്ത് തലങ്ങും വിലങ്ങും ഇതേപോലെ പെയിന്റ് ചെയ്ത് നമുക്ക് ഇത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വേന നമ്മളെടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുള്ള റോപ്പ് ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ മേഖലയിലോട്ട് എടുത്ത് നമുക്ക് ഇതുപോലെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സെറ്റ് ചെയ്യണതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ഗമ്മയാണ്. ഇതുപോലെ വണ്ടിയുടെ ആ ഗമ്മൊക്കെ ചെയ്തിട്ട് ഇതിന്റെ റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്യും. ആഡ് മൂവി ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മുടെ വേനിന്റെ ഏകദേശം പരിപാടി പക്കയായിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഷാജി പാപ്പന്റെയും ടീംസിന്റെയും വണ്ടി നമ്മൾ നമ്മുടെ ഗ്യാരേജിലിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് ഓൾറെഡി ഇത് കുറച്ച് കാലം കൊണ്ട് ചെയ്യുന്നുള്ള ഒരു പ്ലാനിലുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വേനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരുന്നതായിരിക്കും. ഇതുപോലുള്ള ഐക്കോണിക് ആയിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ നമ്മുടെ പേജിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.